ഈ നാമജപമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോഴാണ് ഇതുവരെ ട്രൈ ചെയ്തതിൽ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രൈ ഒക്കെ നെയ്യ് പുരട്ടി നന്നായിട്ട് സെറ്റാക്കി വെച്ചു. അതിനുശേഷം കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കുകയാണ് കേട്ടോ. ബാലൻസ് വന്നിട്ടുള്ള പാലും സൈഡിൽ നിന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ മറ്റൊന്നല്ല ചേർത്തിട്ടുള്ളത്, കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ്. അത് ആ ഒരു പാലിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് ചേർത്താൽ പിന്നെ കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആൾ നന്നായിട്ട് പിരിഞ്ഞ് വന്നോളും. ഈ പിരിഞ്ഞ് വരുന്നതിന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശർക്കര പാനിയും കൂടെ ചേർക്കുക. അവർ 3 പേരും കൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ. അങ്ങനെ ഇളക്കി ഇതിങ്ങനെ ഇളക്കി കുറുക്കി കൊണ്ടുവന്നാൽ മതി. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അതിനൊന്നുകൂടെ മൂടി കൂട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പിരിഞ്ഞൊക്കെ വന്നതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ എത്തിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയുടെ വെള്ളം ചേർത്തിട്ട് ഒരു പാനി പോലെ ആക്കിയതിന് ശേഷം അതും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തിളച്ച് ഇങ്ങനെയായി വന്നു. ഇനി കുറച്ച് ക്ഷമയെടുത്തിട്ട് ഇളക്കി കൊടുത്താൽ ഈ ഒരു സ്റ്റേജിലേക്ക് വരും. ഈ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ക്ഷമയെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയാലും ഇതുണ്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. കണ്ടോ, ഇതുപോലെ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കേണ്ട ഒരു അവസ്ഥയായി വരില്ലേ തിളച്ച്. അപ്പം അതിലേക്ക് കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മതി കേട്ടോ. അതിനുശേഷം കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഏലക്കായയും കൂടെ ചേർത്തു. ഏലക്കായ ഇല്ലാതെ ഇതിന് രസമുണ്ട്, പക്ഷേ എന്നാലും ഏലക്കായ ചേർക്കുമ്പോൾ അതൊരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇളക്കി ഇതേപോലെ കുറുക്കി കൊണ്ടുവന്നാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ അവസാനം പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകത്തിലെത്തും. ഇതിങ്ങനെ തന്നെ തോണ്ടി കഴിക്കാൻ എന്തൊരു രസമാണെന്നറിയോ. അതിനുശേഷം ആൾ റെഡിയായപ്പോൾ ഞാനത് അതിൻ്റെ ട്രേയിലേക്കൊക്കെ മാറ്റി ഇനി ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണണ്ടേ. ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായി വന്നപ്പോൾ ഞാൻ കുറച്ച് പിസ്താഷ്യൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതൊന്ന് വേറെ തന്നെ കേട്ടോ. ഞാനിതിന് മിൽക്ക് കേക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറന്നു പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.